നമസ്കാരം, ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അവസാനത്തെ ചർച്ചയാണ് ഞാൻ മലയാളിയിൽ നടക്കുന്നത്. LDF-നും UDF-നും BJP-ക്കും ഒരുപോലെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. പ്രചരണത്തിന്റെ കൊടിപടങ്ങൾ താഴുമ്പോൾ കേരളത്തിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ ചിത്രം എന്താണ്? ഇതാണ് ഞാൻ മലയാളി ഇവിടെ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ P. ബിജു, CPIM നേതാവ്, അഡ്വക്കേറ്റ് BRM ഷഫീർ, കോൺഗ്രസ് നേതാവ്, ശ്രീ VV രാജേഷ്, BJP നേതാവ്, ഡോക്ടർ ജോസഫ് ആന്റണി, രാഷ്ട്രീയ വിദഗ്ധൻ, ശ്രീ PV മുരുകൻ, മാധ്യമ പ്രവർത്തകൻ, ശ്രീജിത്ത് പണിക്കർ, സാമൂഹ്യ നിരീക്ഷകൻ, ആര്യ അനിൽ, പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനി, ഫക്രുദ്ദീൻ അലി, സാമൂഹ്യ നിരീക്ഷകൻ. ഇവരോടൊപ്പം ഏതാനും പേർ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന കുറെ പേർ കൂടി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ഫക്രുദ്ദീൻ, എന്താണ് ചിത്രം? കേരളത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പൊ UDF-ന് മേൽക്കൈണ്ടെന്ന് എനിക്ക് തോന്നുന്നു. BJP വോട്ട് ഷെയർ കൂട്ടി 20% വരെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ 20% അടുത്ത് BJP-യുടെ വോട്ട് ഷെയർ വരും. 20%-ലേക്ക് BJP വോട്ട് ഷെയർ വരും. LDF-ന് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ചില നല്ല പാഠങ്ങൾ കിട്ടും. പക്ഷെ ഇതിൽ ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് ഞാൻ പ്രധാനമായി നോക്കുന്നത് നായർ വോട്ടുകളാണ്. നായർ വോട്ടുകൾ BJP-ലേക്ക് കൂടുതലായി പോയാൽ ഞാൻ ഈ പറഞ്ഞ നേരെ വിരുദ്ധമായിട്ട് LDF-ന് ഒരു 15 വരെ കിട്ടാനും സാധ്യതയുണ്ട്. ഇത് ക്ലോസ് ആണ്. എന്നുവെച്ചാൽ നായർ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് കോൺഗ്രസിന് BJP-യിലേക്ക് കൂടുതലായി പോയാൽ 15 വരെ സീറ്റ് LDF-ന് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ നായർ വോട്ട് പതിവ് പോലെ തന്നെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മാത്രം BJP-യിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ UDF-ന് മേൽക്കൈയുണ്ട്. ഓക്കെ ഫക്രുദ്ദീൻ, എനിക്കൊരു എളിയൊരു ചോദ്യം. അതായത് ഈ വോട്ടുകൾ ഇങ്ങോട്ട് പോവാണെങ്കിൽ ഇവർ ജയിക്കും, ഈ വോട്ടുകൾ ഇങ്ങോട്ട് പോവാണെങ്കിൽ അവർ ജയിക്കും എന്ന് പറയാൻ വളരെ ലളിതമാണ്. ഇത് പോകുന്നുണ്ടോ, എങ്ങനെയാണ് എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഫക്രുദ്ദീനെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള വിവക്ഷയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഒരുപക്ഷെ ഇത്രയും കൂടുതൽ വോട്ട് വരുവാണെങ്കിൽ അവർ ജയിക്കും എന്ന് പണ്ട് നയനാര് പറഞ്ഞ പോലെ, കൂടുതൽ വോട്ട് കിട്ടിയപ്പോൾ ജയിച്ചു എന്ന് പറയുന്ന പോലെ അല്ല. എന്താണ് ഫക്രുദ്ദീൻ എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ, രാഷ്ട്രീയ വിദ്യാർത്ഥി കേരളത്തിൽ കാണും? ഇത് ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ഈ പറഞ്ഞ അവസാന ഫാക്ടർ ഞാൻ ഊന്നി പറയാൻ കാരണം അതിൽ ചെറിയൊരു ആംബിഗിറ്റി ഉണ്ട്. അവ്യക്തതയുണ്ട്. മനസ്സിലായി. അതായത് ഇതൊരു സാമൂഹ്യ ശാസ്ത്രമായതുകൊണ്ടും മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന എന്താണെന്ന് നമുക്ക് തുറന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വകുപ്പില്ലാത്തത് കൊണ്ടും സ്വാഭാവികമായിട്ടും ഒരു ആംബിഗിറ്റി ഉണ്ട്, ഒരു ഗ്രേ ഏരിയ ഉണ്ട്. വ്യക്തമായി. ആര്യ, ഫക്രുദ്ദീന്റെ സ്വാധീനത്തിൽ പെടാതെ എങ്ങനെ സംസാരിക്കും ഈ ഒരു ചർച്ചയിൽ? ഞാൻ കേരളത്തിലെ യൂത്തിന്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ യുവ സമൂഹം രണ്ട് രീതിയിൽ ചിന്തിക്കുന്നുണ്ടെന്ന്. ആദ്യമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കുന്നുണ്ട്, പാർട്ടി അല്ലാതെ. സ്ഥാനാർത്ഥി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥി മാത്രമായിട്ട്, അതായത് ഇപ്പൊ ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യ ആര് മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിനുപരിയായിട്ട് ജനാധിപത്യപരമായി ഇന്ത്യ ആര് മുന്നോട്ട് നയിക്കും എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിലത്തെ ഒരു യൂത്ത് അല്ലെങ്കിൽ കേരളത്തിലത്തെ ഒരു യൂത്ത് ഫേസ് ചെയ്യുന്ന ഒരു അൺഎംപ്ലോയ്മെന്റ് ക്രൈസിസ്, അതൊക്കെ നോക്കി വരുമ്പോൾ ഒരു MP എത്ര നല്ലതായാലും ഏത് പാർട്ടിന്നായാലും അതിനു പുറമേ ആയിട്ട് നല്ലൊരു പാർട്ടി സെന്ററിൽ വരണം എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു യൂത്ത് എന്നുള്ള രീതിയിൽ എങ്ങനെ വന്നാലും തെരഞ്ഞെടുക്കുമ്പോൾ പാർട്ടിയുടെയും MP-യുടെയും സ്ഥാനം. ആര് പറഞ്ഞു വരുന്നത് ചുരുക്കമെന്ന് വെച്ചാല് ഫക്രുദ്ദീൻ വരച്ചു കാട്ടാൻ ശ്രമിച്ച നായർ വോട്ടുകള്, കാസ്റ്റ് വോട്ടുകള്, അങ്ങനെയുള്ള ഒരു കളത്തിൽ ആര്യ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നില്ല.
ആ വോട്ടുകളുടെ എന്തായാലും ഭാഗം വരുന്നുണ്ട് ചെറിയ രീതിയിൽ. പക്ഷെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കാസ്റ്റ് ഒക്കെ അതിന്റെ ഭാഗമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമ്മൾ 2 വ്യൂ പോയിന്റ് വന്നു. ഇനി ഞാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതികരിക്കുന്ന ആൾക്കാരിലേക്ക് വരികയാണ് ക്വിക്കായിട്ട്. രാജേഷ്, കുറച്ചു കാലമായി നമ്മൾ കണ്ടിട്ട്, പക്ഷെ രാജേഷിന്റെ വിരോധാത്മകമായിട്ടുള്ള പ്രകടനങ്ങൾ ടെലിവിഷനിൽ ഏരമ്പുന്നുണ്ട്. ഇത് വലിയ പ്രതീക്ഷയുള്ളൊരു തെരഞ്ഞെടുപ്പാണോ രാജേഷ്? തീർച്ചയായും. ദേശീയ രാഷ്ട്രീയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ രാഷ്ട്രീയത്തിൽ ഓവർ കോൺഫിഡൻ്റ് ആണോ? ഓവർ കോൺഫിഡൻ്റ് അല്ല, ഒരു പുതിയ ദിശാബോധം നൽകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 2 രാഷ്ട്രീയ നിരീക്ഷകർ, ഫക്രുദ്ദീൻ അലി ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്കും ഒരു യുവ നിരയുടെയും അഭിപ്രായം ഇവിടെ വന്നു. ഞാൻ ഇതിനെ 2നെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. വളരെ നല്ല വ്യൂ പോയിന്റ് ആണ് അവർ വെച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ അവർ തുടങ്ങിയിട്ടുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ അല്ല, ഫക്രുദ്ദീൻ എങ്ങനെ തുടങ്ങിയാൽ എവിടെ അവസാനിക്കും എന്നുള്ളത് നമുക്കെല്ലാം അറിയില്ല. വെള്ളത്തിൽ വീശുന്ന വാളാണ്, എങ്ങോട്ടാ പോണെന്ന്. അതെ അതെ അതെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ തന്നെ ഫക്രുദ്ദീൻ പറഞ്ഞതിൽ 20% അതിൽ അധികമോ BJPയുടെ വോട്ട് ഷെയർ എത്താൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ അധികം എന്ന് പറയുന്നത് പല സീറ്റുകളിലും ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്ന വോട്ടാണ് അതിൽ അധികമെന്ന് അദ്ദേഹം പറഞ്ഞത്. 20%-ത്തിലധികം വോട്ട് BJP കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിജയിപ്പിക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ അവതാരകന്റെ ആ പദവിയിൽ നിന്ന് ഒരു അല്പം പുറകോട്ട് മാറിയിട്ട് ഞാൻ ഫക്രുദ്ദീനോടും രാജേഷിനോടും ഞാൻ ഒരു പന്തായം പിടിക്കട്ടെ. BJP ഒരിക്കലും 18% അപ്പുറം കിടക്കില്ല. ഇത് ഞാനെന്നുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ നിഗമനമാണ്. അല്ല, എന്താണ് ഫക്രുദ്ദീൻ? സ്വാഭാവികം അല്ല, ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ അഭിപ്രായം ഞാൻ മാനിക്കുന്നു. എന്റെ ഒരു കണക്ക് അറൌണ്ട് 20 ആണ് ഞാൻ പറഞ്ഞത്. രാജേഷ്, ഞാൻ എന്താ കാരണം വെച്ചാൽ ഇനി ഇത് ഈ ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം ഈ എപ്പിസോഡുകളെല്ലാം ആൾക്കാരുടെ മനസ്സിലുണ്ടാവും. ഞാൻ നടത്തുന്ന ഒരു നിഗമനമാണ്, അത്രേ ഉള്ളൂ. അങ്ങയുടേതായ രീതിയിലുള്ള നിരീക്ഷണം മുന്നോട്ട് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അങ്ങയുടെ സ്വാതന്ത്ര്യം, മാധ്യമ പ്രവർത്തകന്റെ സ്വാതന്ത്ര്യം. ഞാൻ പറയുന്നത് പല സീറ്റുകളിലും BJPക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല വളരെ മുന്നോട്ട് പോകാൻ വോട്ട് ഷെയറിൽ BJP ആണ് തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ ഒരു ഭാഗത്ത് എന്ന് തെളിയിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള റിസൾട്ട് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. ബിജു, രാജേഷ് പ്രകടിപ്പിക്കുന്ന ഒരു എന്തൂസിയാസം, ഒരു ആത്മവിശ്വാസം ഒരു പക്ഷേ രാജേഷിന്റെ ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെട്ടതല്ല. നിലവിലുള്ള ഒരു കേരളത്തിന്റെ ഒരു മീഡിയ ആംബിയൻസ് പരിശോധിച്ചാൽ പല മാധ്യമങ്ങളും രാജേഷ് പറഞ്ഞതിനോട് ചേർത്ത് വെക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. ഇതൊരു അങ്കലാപ്പ് ബിജുവിൽ സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ പറഞ്ഞു, ഒരു 70+ എന്നാ പറഞ്ഞു. അതിനു മുമ്പ് ഒരു മോദി വേവ് എന്ന് പറഞ്ഞവർ മത്സരിച്ചപ്പോഴും ഇതേ സമാനമായിട്ടുള്ള, പക്ഷേ 4, 6, 10, 15% പോക്ക് നമ്മൾ വി ഷുഡ് ബി ഫെയർ എനഫ് ടു രാജേഷ്. ഞാൻ ചർച്ചയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബിജുവിനെ ഞാൻ ആ ഒരു പെർസെന്റേജിൽ ഉണ്ടാകുന്ന വർധനവും കൂടി ഞാൻ പറയാം. പെർസെന്റേജ് 2004 അവർക്ക് എത്രയുണ്ട്? 2004 അവർക്ക് 14% ഉണ്ട്, 14-15% ഉണ്ട്. അതിൽ നിന്ന് വലിയ വർധന അങ്ങനെ കൂട്ടിയാൽ അങ്ങനെ വലിയ വർധനമൊന്നും വന്നിട്ടില്ല കേരളത്തിൽ. 15% BJPക്ക് എന്നുള്ളത് BJP സ്റ്റെബിലൈസ് ചെയ്തോ അതിന്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കുകയാണോ താഴേക്ക് പോകും എന്താണ്? അല്ല, BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടുന്നതിന്റെ അത്ര തന്നെ എത്തുമെന്ന് സംശയമുണ്ട്. കാരണം ഒന്ന്, രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനാണ്. ആ ഇലക്ഷനിൽ സ്വാഭാവികമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. വളരെ വിവേകത്തോടുകൂടി ബുദ്ധിപരമായി ഇത്തരം കാര്യങ്ങൾ വീക്ഷിക്കുകയും അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ BJP വോട്ട് ചെയ്യും? സ്വാഭാവികമായി ഇവർക്ക് ഒരു വർധനവും വരാൻ വേണ്ടി പോകുന്നില്ല. ഇത് പിന്നെ അവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിങ്ങനെ വർദ്ധിപ്പിച്ച് കൊണ്ടുപോകും എന്ന് വെച്ചാൽ നമുക്കൊരു 10-15 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ അങ്ങനെ വല്ലാത്ത വർധനവ് ഇവർക്ക് വരുന്നില്ല. ഓക്കെ, ഞാൻ തിരിച്ചു വരാം ബിജുവിലേക്ക്. മുരുകൻ ഈ തിരുവനന്തപുരം രാഷ്ട്രീയമൊക്കെ നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരാളാണ്. മുരുകൻ ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ഊഹാപോഹങ്ങൾ, കിംവദന്തികൾ, തിലാശ്, വീഴല്, സ്റ്റിച്ച്, അങ്ങനെ പല പല ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളിൽ വരുന്ന സർവേകൾ, ഇതിൽ നിന്നൊക്കെ മുരുകൻ എന്നുള്ള മാധ്യമ പ്രവർത്തകൻ എങ്ങനെ കാണുന്നു? ഞാൻ തിരുവനന്തപുരത്ത് എല്ലാ മണ്ഡലത്തിലും പോയായിരുന്നു. പ്രത്യേകിച്ചും കാരണമുണ്ട്. കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റാർ കോൺടെസ്റ്റ് നടക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് BJP അക്കൗണ്ട് തുറക്കുമെന്നുള്ള
ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും കള്ള സർവേകളൊക്കെ ഉണ്ടാക്കി, രാജേഷ് വളരെ ആത്മവിശ്വാസത്തിലാണ്. കള്ള സർവേ ഒക്കെ ഉണ്ടാക്കിയ സാധാരണ രീതിയിൽ ഒരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് രാജേഷ് ഞാൻ സിമ്പിൾ ആയിട്ടൊരു കണക്ക് പറയാം. തിരുവനന്തപുരത്ത് 7 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 3 മണ്ഡലങ്ങൾ പാറശാല, നെയ്യാറ്റിങ്കര, കോവളം. ഇത് 3ഉം കഴിഞ്ഞ തവണ BJP 3ാം സ്ഥാനത്ത് പോയതാണ്. ഇത്തവണ അവിടെ 2ാം സ്ഥാനത്ത് വരാൻ പോലുമുള്ള രാഷ്ട്രീയ സാഹചര്യമോ സാമൂഹിക പശ്ചാത്തലമോ ഇവർ പറയുന്നുള്ള ഒരു വേവോ, ഒരു BJP വേവോ ഇല്ല. കാരണം ആ മണ്ഡലങ്ങളുടെ സവിശേഷത അതാണ്. വളരെ വ്യത്യസ്തമായ മണ്ഡലങ്ങളാണ്, സിറ്റി മണ്ഡലങ്ങൾ പോലെയല്ല. അപ്പം അവിടെ ഇപ്പോഴും 3ാം സ്ഥാനത്തേ പോകും. പിന്നെ അവർക്ക് 2 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഒന്ന് വട്ടിയൂർക്കാവും നേമവും. കഴക്കൂട്ടം അവർ 2ാം സ്ഥാനത്ത് പോകും. തിരുവനന്തപുരത്ത് നമുക്ക് അവർ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ 3 മണ്ഡലങ്ങളിൽ ഒരു സെക്കൻഡ്, അതായത് വട്ടിയൂർക്കാവ് നേമം 1ാം സ്ഥാനം, തിരുവനന്തപുരം കഴക്കൂട്ടം 2ാം സ്ഥാനം. പിന്നെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേത് അതിന് ഓഫ്സെറ്റ് ചെയ്യില്ല. അല്ല, ഓഫ്സെറ്റ് ചെയ്യാത്ത രീതിയിൽ അവിടെ വലിയ സർജ് ഇത്തവണ എന്നറിയാം. പ്രധാനമായിട്ടും ഇടതുപക്ഷത്തിന് കിട്ടേണ്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ അടപടലെ ശശി തരൂരിന് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ഈ സർവേകൾ ഉണ്ടാക്കിയ ഒരു ഫലം അതാണ്. കാരണം സർവേകൾ ഉണ്ടാക്കിയ ഒരു റിസൾട്ട് മുഴുവൻ കണക്കൂട്ടുന്നത്, അതായത് പിന്നെ BJP അവിടെ ജയിക്കില്ല. 2ാം സ്ഥാനത്ത് വരും. 2ാം സ്ഥാനത്ത് വരും. 2ാം സ്ഥാനത്ത് വരുന്നുള്ള കാര്യം സംശയം. ഡോക്ടർ ജോസഫ് ആന്റണി, അല്ല, ഞാൻ ഈ നമ്മൾ തിരുവനന്തപുരത്തെ മാത്രം കാണരുത്. കാരണം പ്രേക്ഷകര് ലോകത്തെമ്പാട് നിന്നുള്ള മലയാളികളെ കാണുന്നു. അല്ല, ഇതിനോട് ചേർത്ത് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു 5 കാര്യങ്ങൾ എന്തുകൊണ്ട് BJP ജയിക്കത്തില്ല എന്ന് പറയാനുണ്ട്. ഒന്ന്, ഈ ഇവര് പ്രധാനമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാജഗോപാലിന്റെ പെർഫോമൻസ് ആണ് ഒരു അടിസ്ഥാന ഇതായിട്ട് വെച്ചിരിക്കുന്ന കാരണം. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പോട് ഒരു വ്യത്യാസമുണ്ട്. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ കാര്യം ഒരു മോഡി തരംഗം ഇവിടെ ഉണ്ടായിരുന്നു. 2, പിന്നെ ഇവിടെ രാജഗോപാലായിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹം അതിനു മുമ്പുള്ള ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് പരാജയപ്പെട്ടുകൊണ്ട് ഒരു സിമ്പതി അദ്ദേഹത്തോടുണ്ടായിരുന്നു. 3, അദ്ദേഹം ജയിച്ചാൽ, മോഡി മന്ത്രിസഭ അധികാരത്തിൽ വന്നാൽ അദ്ദേഹം മന്ത്രിയാകും എന്നൊരു ചിന്തയുണ്ടായിരുന്നു. 4, ഇവിടെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീക്ക് കാൻഡിഡേറ്റ് ആയിരുന്നു. 5, അഞ്ചാമത്തേന് 5 ഉപഘടകങ്ങളുണ്ട്. ഒന്ന് വളരെ ചെറുതായിട്ട് തന്നെ പറയാം. ഇവിടെ 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജയിക്കത്തില്ല എന്നുള്ളത് ഇത് ഇത്തവണ ഒരു മോഡി തരംഗമില്ല. ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, രാജഗോപാൽ അല്ല, കുമ്മനം രാജശേഖരൻ. 3, ഇവിടെ ശക്തനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുണ്ട്. 4, അദ്ദേഹത്തോട് പിന്നെ കുമ്മനം രാജശേഖരനോട് സഹതാപ തരംഗമില്ല. 5, ഇപ്പൊ ഇതുകൊണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ പറഞ്ഞ കാര്യമാണ് 5ാമത്തത്. ഈ വട്ടിയൂർക്കാവ് പിന്നെ ഈ തിരുവനന്തപുരം ഒഴികെയുള്ള സീറ്റുകളിൽ ഒന്നും തന്നെ BJPക്ക് ശക്തമായിട്ട് ഇത്തവണ മുന്നോട്ട് വരാൻ കഴിയത്തില്ല. ഡോക്ടർ ജോസഫിന് 5 കാരണങ്ങളാണുണ്ടെങ്കിൽ 6 കാരണങ്ങൾ നിരത്താൻ പ്രാപ്തിയുള്ള ആളാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ. ശ്രീജിത്തെ തുടങ്ങ്. കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു പിക്ചർ നോക്കിയാൽ UDFന് വ്യക്തമായ മേൽക്കൈയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. UDFന് ഒരു പരമാവധി ഒരു 15 സീറ്റ് വരെയെങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. BJPക്ക് പരമാവധി 2 സീറ്റ് വരെ കിട്ടുമെന്നുള്ളതാണ് എന്റെ ഒരു കണക്ക് കൂട്ടൽ. പരമാവധി 2 സീറ്റ് 0 to 2 സീറ്റ് കിട്ടുമോ ഇല്ലയോ? കിട്ടണം. തിരുവനന്തപുരത്ത് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആഗ്രഹമാണ്, പക്ഷെ ആഗ്രഹമല്ല. ആഗ്രഹം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൻറ്റയർലി ഡിഫറെന്റ് കണക്കായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ആഗ്രഹം വെച്ച് നോക്കുകയാണ് എന്തായിരിക്കും. ആഗ്രഹം വെച്ച് നോക്കിയിട്ട് കാര്യമല്ല. അങ്ങനെ ആഗ്രഹം വെച്ചാണെങ്കിൽ രാജേഷിന്റെ കൂടെ ഒരു അരഡസറിലായിരിക്കും പിച്ച് ചെയ്യുന്നത്. ഇല്ല, അങ്ങനെയാണെങ്കിൽ 40-0 എന്നൊക്കെ വേണമെങ്കിൽ ബ്രിട്ടാസ് പറഞ്ഞിരിക്കും. അങ്ങനെയല്ല, ഞാൻ നോക്കുന്ന BJP അക്കൗണ്ട് ഇത്തവണ തുറക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 1-2 കാര്യങ്ങളുണ്ട്. ഇവിടെ ശ്രീശാന്തിനെ പോലുള്ള ഒരു കാൻഡിഡേറ്റ് ഇവിടെ തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നു നിന്ന സമയത്ത് 30,000 വോട്ടിന് മുകളിൽ പിടിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനേക്കാൾ മികച്ച ഒരു കാൻഡിഡേറ്റ് ആണ് ശ്രീ കുമ്മനം രാജശേഖരൻ എന്നുള്ള കാര്യത്തിൽ ഇവിടെ പാനലിൽ എതിർപക്ഷത്തിൽ BJPയുടെ എതിർപക്ഷത്തുള്ള ആൾക്കാർ പോലും അംഗീകരിക്കുന്നതാണ്. 1. 2, ഇവിടെ നടത്തിയിരിക്കുന്ന പല അഭിപ്രായ സർവേകളിൽ ഇദ്ദേഹം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 5 ഘടകങ്ങളും 5ാമത്തേതിന്റെ 5 ഉപഘടകങ്ങളും ഒക്കെ പരിഗണിച്ചതിന് ശേഷം രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അതിന്റെ സാമ്പിൾ സൈസിന്റെ കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടാവാം. 200 പേരോടാണോ 5000 പേരോടാണോ ചോദിച്ചത് എന്നുള്ളത് രീതിയെക്കുറിച്ചോ അതിന്റെ പക്ഷെ ഞാൻ പറയുന്നത് ഇത് ആൾക്കാരുടെ ഒരു ജനറൽ, എപ്പോഴും അങ്ങനെയാണല്ലോ, ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഒരു അഭിപ്രായ സർവേ എന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാൽ വ്യക്തമായ ഒരു മുൻതൂക്കം ഇവിടെ BJPക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും. ബിജു, സർവേകളെ കുറിച്ചാണ് പിന്നെ ശ്രീജിത്തും മറ്റു ചില ആൾക്കാരും, സർവേകൾ എത്ര കണ്ട് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുവരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കും? അല്ല, യാഥാർത്ഥ്യവുമായ ഒരു ബന്ധവുമില്ലാത്ത സർവേകളാണ് ഇത്. തന്നെ അവർ 2004 സർവേയും പറഞ്ഞു. അപ്പോൾ യാഥാർത്ഥ്യവുമായ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ ജനങ്ങൾ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. 2, കഴിഞ്ഞ 5 വർഷമായി കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക അവഗണന. ഒന്ന്, ഓണം വന്നു, വാമന ജയന്തി എന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിച്ചു. ജിഹാദികളുടെ നാടെന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിച്ചു. ഒരു പ്രളയം വന്നു,
അതെങ്ങനെയെങ്കിലും കേരളത്തെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം എന്ന് പറഞ്ഞ് വിദേശ സഹായം ചോദിച്ചപ്പോൾ അതിനെ പൊളിച്ചു. അപ്പോൾ ഇതെല്ലാം കേരളത്തോട് പ്രത്യേകമായി ഒരു വർഗീയ നിലപാട് വെച്ചുകൊണ്ട് BJP എടുക്കുന്ന സമീപനം, ആ സമീപനത്തോട് എതിർക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. നമ്മൾ വോട്ടേഴ്സിൽ ഏകദേശം 50% വരെ അവരിതെല്ലാം നല്ല നിലയിൽ ചിന്തിക്കില്ലേ? രണ്ട്, BJPക്ക് എന്തിന് വോട്ട് ചെയ്യണം? കാരണം കോൺഗ്രസിനേക്കാൾ മോശമാണ് ഇവർ എന്നിവരുടെ 5 വർഷത്തെ ഭരണം കൊണ്ട് ഇവർ തെളിയിച്ചു കഴിഞ്ഞു. വിശ്വാസ്യതയില്ലാത്ത നേതൃത്വം, പറയുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാത്ത ഒരു നേതൃത്വം. ഇങ്ങനെയുള്ള ഒരു BJPക്ക് അനുകൂലമായിട്ട് എങ്ങനെ സീറ്റ് കിട്ടുമെന്ന് അവർ പറയുന്നു. ഈ സർവേകളിൽ താങ്കൾ യാതൊരു അതല്ലേ പറഞ്ഞു, 2004 പറഞ്ഞ വാജ്പേയി വീണ്ടും വരുമെന്നാണല്ലോ. വാജ്പേയി വന്നില്ലല്ലോ. രാജേഷ്, ഈ സർവേയിൽ ഒരുപക്ഷെ എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന, ഞാൻ ബിജു പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് പറയുന്ന രീതിയിലല്ല ഞാൻ പറയണേ. സർവേകൾ ഒരുപക്ഷെ എപ്പോഴും BJPയെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡൽഹി മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണ്. പലപ്പോഴും സർവേകളാണ് BJPയെ കുഴപ്പത്തിലാക്കിയത്. സർവേകളില്ലായിരുന്നെങ്കിൽ കുറേയും കൂടി ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട BJP പലപ്പോഴും സർവേകളുടെ ചതിക്കുഴിയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള രീതിയിലാണ് ഈ മാധ്യമങ്ങൾ സർവേകൾ ഇറക്കുന്നതെങ്കിലും ചിലപ്പോൾ ആ ചതിക്കുഴിയിൽ നിങ്ങൾ പെട്ടുപോകുന്നുണ്ടോ ഇല്ലയോ, അതെയോ സർവേകൾ വേദവാക്യമാണോ? ബ്രിട്ടാസേ, ഇപ്പൊ എനിക്ക് കുറച്ച് സമയം തരണം. ഒരുപാട് വേണ്ട, ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ മാത്രം. ഒന്ന്, ഞാൻ എന്റെ സംസാരത്തിൽ ഒരിടത്തും സർവേയുടെ ബേസിൽ ഒരു കോൺഫിഡൻസും പ്രകടിപ്പിച്ചിട്ടില്ല. ഈ സർവേ എന്നുള്ള വാക്കേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല, ഒരു സർവേയുടെയും പിന്നാലെ നടന്നിട്ടല്ല ഞങ്ങളുടെ ആത്മവിശ്വാസം പറയുന്നത്. ഞങ്ങൾ ഫീൽഡിൽ പ്രവർത്തിച്ചും പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒപ്പീനിയനൂടെ കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ആത്മവിശ്വാസം പറയുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ മുരുകൻ അവർകൾ അദ്ദേഹം ചർച്ച തുടങ്ങിയത് തന്നെ കള്ള സർവേകളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ്. ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. കള്ള സർവേയുടെ ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അങ്ങനെ വാക്ക് ഉപയോഗിച്ചോ? യെസ്, ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ. അല്ലല്ല, ഞാൻ പറയട്ടെ, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ എന്റെ പോയിന്റ് ഒന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം ഉപയോഗിച്ചതാണ്. അപ്പൊ തന്നെ BJPക്ക് അപ്പർ ഹാൻഡ് കിട്ടും എന്ന് വന്ന സർവേയെ സമീപിക്കുന്ന ഒരു മുൻവിധിയോടെയാണ്. ഇനി ഈ സർവേ നടത്തിയത് ആരാണ്? ഒന്ന് മാതൃഭൂമി ചാനൽ, ഒന്ന് ഏഷ്യാനെറ്റ്. പ്രധാനമായിട്ട് 2 സർവേ ആണല്ലോ. പിന്നെ മനോരമയുടെ സർവേ വന്നിട്ടുണ്ട്. ഈ 3 ചാനലിലും സർവേ നടത്തിയ ആൾക്കാരുമായിട്ടോ അതിന്റെ മാനേജ്മെന്റുമായിട്ടോ ശക്തമായിട്ടുള്ള വിയോജിച്ച് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് BJP. മാതൃഭൂമിയുടെ മാനേജ്മെന്റ് ആരാണെന്ന് അറിയാം. ഞാൻ തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് ന്യൂസ് കൈകാര്യം ചെയ്യുന്നതിന്റെ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഇവർക്കും അതേ പരാതി. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. സ്വാഭാവികമായിട്ടും മനോരമ ചാനൽ ബാക്കപ്പ് ചെയ്യുന്നത് ഏത് പ്രത്യയശാസ്ത്രത്തിനും നമുക്കറിയാം. ഈ 3 ചാനലിലും മാനേജ്മെന്റിലോ അതിലെ മാധ്യമ പ്രവർത്തനത്തിലോ യാതൊരു സ്വാധീനവും ഇല്ലാത്ത പാർട്ടിയാണ് BJP. അപ്പോൾ BJPക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുമെന്ന് അവർ പറഞ്ഞോട്ടെ. ഞങ്ങൾ ആ സർവേയുടെ പിന്നാലെ പോയിട്ടല്ല വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇനി ഇവിടെ ഇദ്ദേഹം 5 കാരണങ്ങൾ പറഞ്ഞു. വളരെ വസ്തുനിഷ്ഠമായിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആ കാഴ്ചപ്പാടിനെയും പിന്നെ ഒരു ഉപകാരണങ്ങൾ 5 എണ്ണം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എനിവേ, അതിനെയും ഞാൻ മാനിക്കുന്നു. വിജയിക്കുമെന്ന് പറയാനുള്ള 50 കാരണങ്ങൾ നിരത്താൻ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ടും അത് വളരെ വലിയൊരു യുദ്ധമായതുകൊണ്ടും ആ സ്ട്രാറ്റജികൾ എനിക്ക് മാധ്യമങ്ങളിൽ ഇപ്പോൾ പറയാൻ വേണ്ടി എനിക്ക് പരിമിതമാണ്. അതായത് കുമ്മനം രാജശേഖരൻ ജയിക്കുന്നതിൽ എന്താണ് വഴിവെക്കാൻ പോകുന്ന ചില തന്ത്രപരമായ അല്ലല്ല, ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ. ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ഒരു സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ അങ്ങ് ഒരുപാട് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഒരു അമ്പല കമ്മിറ്റി തെരഞ്ഞെടുപ്പാവട്ടെ, വിജയിക്കാൻ വേണ്ടി സ്ട്രാറ്റജികൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആ സ്ട്രാറ്റജി അവിടെ തന്നെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ 5 കാരണങ്ങളെ ഖണ്ഡിക്കാൻ എന്റെ കയ്യിൽ 50 കാരണങ്ങളുണ്ട്. പക്ഷെ മാധ്യമത്തിലൂടെ ആ കാരണങ്ങൾ നിർത്താൻ അല്ലല്ല, എനിക്ക് സമയം തരാം. മറ്റൊന്ന്, ബിജു കുറച്ച് പൊളിറ്റിക്സ് പറഞ്ഞു, അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടല്ലോ. ഇവിടെ ഞങ്ങളിപ്പോ 2-3 മണ്ഡലത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. കോവളം, നെയ്യാറ്റിങ്കര, പാറശാല. ഞാൻ ഒരു കാര്യം നല്ല ആത്മവിശ്വാസത്തോടെ പറയട്ടെ. പാറശാല മണ്ഡലത്തിലെ അമ്പൂരി പഞ്ചായത്തിലെ കൺവെൻഷനിൽ ഞാനാ പോയത്. റൂറൽ ഏരിയ, ഞാനിപ്പോ കള്ളിക്കാട് പോകുന്നുണ്ട് അടുത്ത ദിവസം. റൂറൽ ഏരിയയിലൊക്കെ ചെല്ലുമ്പോഴേക്കും മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം സൗജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടിയവരെന്ന് കൈ ഉയർത്താൻ പറയുമ്പോഴേക്കും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് PMA വീട് കിട്ടിയവർ. ഈ റൂറൽ ഏരിയകളിലാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പദ്ധതികൾ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ പിന്നോക്കം പോകുമെന്ന് പറഞ്ഞ റൂറൽ മണ്ഡലങ്ങൾ, ആ റൂറൽ മണ്ഡലങ്ങളിലായിരിക്കും ചിലതിൽ ഞങ്ങൾക്ക് വൻ വർധന ഉണ്ടാകും. അല്ല, ബിജു പറഞ്ഞ ഒരു മറുപടി പറയാം. എനിക്ക് ഇവരെ 3-4 പേര് ഞങ്ങളുടെ പൊളിറ്റിക്സിൽ ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂടെ. അല്ല, ഇത് ബിജു പറഞ്ഞ ഡയറക്ട് പൊളിറ്റിക്സ് ഞാൻ ചോദിക്കട്ടെ. പക്വതയിൽ കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. മീൻസ് നിലപാടിൽ അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ നിൽക്കട്ടെ.
ഫക്രുദ്ദീനോട് ഒരു മയം വന്നിരിക്കുന്നു രാജേഷിന്, ഒരു ഭയവും വരില്ല. അല്ലെങ്കിൽ രാജേഷിനോട് ഫക്രുദ്ദീൻ ഒരു മയം വന്നിരിക്കുന്നു. അങ്ങനല്ല, എനിക്ക് എന്റെ നാട്ടിലാണെങ്കിലും ഏറ്റവും അടുത്ത ബന്ധമുള്ള എല്ലാ കാലഘട്ടത്തിലും സംഘത്തിന്റെ പ്രവർത്തകരുമായിട്ടാ രാജേഷിന് അറിയാം. ഓ, സംഘമിത്രമാണ്. സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മിത്രമാവും. ഇനി ബിജു പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ ബിജു, ഈ 60 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് സഹായങ്ങൾ നൽകിയ ഒരു ഗവൺമെന്റ്, ബിജു പ്രളയത്തെക്കുറിച്ച് ചോദിച്ചു. പ്രധാനമന്ത്രി ഇവിടെ എത്തി ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രിയെയും കൊണ്ട് പ്രളയബാധിത പ്രദേശങ്ങളിലൊക്കെ പോയി നിങ്ങൾ ചോദിച്ചത്രത്തോളം കോടികൾ തരാൻ കഴിഞ്ഞിട്ട് 20,000 കോടി ചോദിച്ചു, സാധിച്ചില്ല. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിലും എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സഹായവും ചെയ്തു. 2 പോയിന്റ് പറയണം. മറ്റൊന്ന്, ഇവിടെ പുറ്റിങ്ങൽ ദുരന്തമുണ്ടായി, വെടിക്കെട്ട് ദുരന്തം. നെക്സ്റ്റ് മൊമെന്റിൽ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് മെഡിക്കൽ കോളേജിൽ ആൾക്കാരെ സന്ദർശിച്ചിട്ട് രോഗികളെ സന്ദർശിച്ച് അതിനുവേണ്ട സഹായം ചെയ്തു. ഓഖി ദുരന്തം വന്നപ്പോൾ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ ജി വന്നിട്ടാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രന്റെയും മറ്റു മന്ത്രിമാരെയും കൊണ്ട് അവിടെ പോയി ആൾക്കാരെ സമാധാനിപ്പിച്ചു കൂടുന്നത്. ബിജു, ഇത്രത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ഇവര് പ്രചരണത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സാധനമാണ്. ഇവർ പറഞ്ഞെന്താ 10 കോടി പേർക്ക് തൊഴില്, മറ്റേ കർഷകർക്ക് അനുകൂലമായ നിലപാട്, അവർക്ക് ഉൽപ്പാദന ചെലവിൻ്റെ 50% കൂടി നൽകും, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ എവരിപ്പോഴും പ്രചരണമാണ്. വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, പ്രളയത്തിന് UAE 700 കോടി തരാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടത് വാങ്ങാൻ അനുവദിക്കുന്നില്ല? വിദേശ സഹായം വാങ്ങാൻ അനുവദിക്കില്ല. എന്തുകൊണ്ട് മന്ത്രിമാരെ പോകാൻ അനുവദിക്കുന്നില്ല? എന്തുകൊണ്ട് കേരളത്തിൽ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റുകൾ BJPയുടെ നേതാക്കന്മാർ, പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇറക്കുന്നത്? അപ്പോൾ ഒരു വിശ്വാസ്യത ഇല്ലാത്തവരാണ് ഇവര്. ഗ്യാസ് സബ്സിഡി മറ്റൊന്നൊക്കെ പറയപ്പോൾ വിശ്വാസ്യത ഫക്രുദ്ദീൻ, ഈ പറഞ്ഞ പോലെ കേരളത്തില് പിന്നെ ആർക്ക് സീറ്റ് കിട്ടും എന്നുള്ളത് അവർ മാത്രം വിചാരിച്ചാൽ പോരാ. മറ്റുള്ളവർക്ക് കിട്ടുന്ന വോട്ടും വേറെ ആൾക്ക് കിട്ടുന്ന വോട്ടൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും. ഒരു പക്ഷേ ഒരു ട്രൈകോണോട് കണ്ടസ്റ്റ് നടത്തുമ്പോൾ പലപ്പോഴും സെഫോളജി പരാജയപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. പലപ്പോഴും, അതായത് 2 കൂട്ടർ തമ്മിലുള്ള ഒരു പോരാട്ടത്തിലാണെങ്കിൽ വളരെ കുറച്ചും കൂടി സുതാര്യമാണ്. ഇപ്പൊ കോംപ്ലക്സ് സിറ്റുവേഷനാണ്. ഈ കോംപ്ലക്സ് സിറ്റുവേഷനിൽ ഈ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം എങ്ങനെ ഉരുത്തിരിയുമെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഉരുത്തിരിയും? കാരണം ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ് കേരളത്തിൽ. ആ ട്രാൻസിഷൻ പീരീഡ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, മുമ്പൊന്നും BJP എവിടെ ആരും സീരിയസ് ആയി പരിഗണിച്ചിരുന്നില്ല. നമ്മൾ ചർച്ചയിലൊക്കെ രാജേഷിനെ പിടിച്ചെടുത്തോന്നല്ലാതെ അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്തൊന്നും രാജേഷ് നമ്മൾ ദേശീയ പൊളിറ്റിക്സ് പറയാം, കേരള പൊളിറ്റിക്സ് പറയാം, ഞാൻ രാജേഷിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. കേരള പൊളിറ്റിക്സ് പറയുമ്പോൾ ഇപ്പൊ രാജേഷിനെ അദ്ദേഹത്തെ കേരളത്തിൽ എന്നെ സംബന്ധിച്ചും വോട്ട് ഷെയറും മറ്റു കാര്യങ്ങളാണ് ഞാൻ നോക്കുക. ഞാൻ സയന്റിഫിക് ആയ കാര്യങ്ങൾ കാണുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയാണ്. ഞങ്ങൾ പരസ്പരം ബഹുമാനമാണ്. പക്ഷേ അദ്ദേഹം കേരളത്തെ പറ്റി അന്ന് പറയുന്ന അവകാശവാദങ്ങൾ ഞാൻ അതിന് സീരിയസ് ആയി എടുത്തില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. കാരണം അവർക്ക് കഴിഞ്ഞ തവണ 16% വരെ വോട്ട് ഷെയർ നിയമസഭാ ഇലക്ഷൻ സമയത്ത് കൂടി 15%. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ റൂറൽ ഏരിയയിലും നഗരങ്ങളിലൂടെ എല്ലാം ആളുകൾ സംസാരിക്കുന്ന സമയത്ത്, ട്രെയിനിലാണെങ്കിൽ ഓട്ടോയിലൊക്കെ സംസാരിക്കുമ്പോൾ മുമ്പുള്ള പോലെ BJPയുടെ ആയത്തം അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് ആരെ എങ്ങനെയാണ് ബാധിക്കാന്ന് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കോൺഗ്രസിനെയാണ് കുറച്ചുകൂടി പിന്നെ ബാധിക്കാന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ കോൺഗ്രസ് CPM പോലെ അങ്ങനെ കെട്ടുറപ്പുള്ള ഒരു പാർട്ടിയൊന്നല്ല. കോൺഗ്രസ് അങ്ങനെ ഒരു എനിക്ക് ആശയക്കുഴപ്പമുണ്ട്. ഇവിടെ 72 ലക്ഷം വയോജനങ്ങൾ കേരളത്തിലുണ്ട്. ഈ വയോജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തത്? വയോജനം പ്രായമുള്ള ആൾക്കാരെ കൂടി നിങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരണം, ആംബിറ്റിലേക്ക്. നരേന്ദ്രമോദി ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള ഈ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രായമായവർക്കും പ്രായം കുറഞ്ഞവർക്കും എല്ലാവർക്കും അത് കാർഡ് വീട്ടിലെത്തുക തപാൽ വഴി ഒരു ഗവൺമെന്റും ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവിഷ്കരിച്ച ഇൻഷുറൻസ് പദ്ധതികൾ 12 രൂപയുടേതായാലും 330 രൂപയുടേതായാലും ഇൻഷുറൻസ് പദ്ധതികൾ ബഡ്ജറ്റിൽ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക തുക വക മാറ്റി വെച്ചിട്ടുണ്ട്. കൂടുതൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങള്, നിരീക്ഷകര് എല്ലാം ജാതിയുടെയും മതത്തിന്റെയും ഉപജാതികളുടെയും കണക്കിൽ മാത്രം തെരഞ്ഞെടുപ്പിനെ കാണുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തിയോ? കാരണം ഇപ്പം ഞാനിപ്പോൾ എവിടെ പോയാലും ആൾക്കാർ, ഫക്രുദ്ദീൻ നേരത്തെ സൂചിപ്പിക്കാൻ ശ്രമിച്ച പോലെ നായർ റോട്ടിൽ ഒരു വിള്ളലുണ്ടാകുന്നു, ഒരു കഷ്ണം അങ്ങോട്ട് പോകുന്നു, SNDP കംപ്ലീറ്റ് ഒരു കാസ്റ്റ് ഫോർമേഷനിലേക്ക്, കളത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ടോ? എന്താ ആര്യയുടെ അഭിപ്രായം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം മുമ്പുള്ള ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ, അതിന് മുമ്പുള്ള ചിത്രം നോക്കുകയാണെങ്കിൽ ഈ നായരും SNDP ഒക്കെ ഉണ്ടെങ്കിലും
ആ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഡിഫറൻസ് കംപ്ലീറ്റ് ആക്കി വന്ന് ഇലക്ഷനെ അതിലോട്ട് മാത്രമായി ചുരുക്കി വേറെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു ഇതാണ് വരുന്നത്. അതായത് ഇപ്പൊ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലത്തെ അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന 5 വർഷത്തിൽ ആരെ ജയിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഓരോ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പോലും സാനിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രളയം കഴിഞ്ഞിരിക്കുകയാണ്, എൻവയോൺമെന്റിന് വേണ്ടിയിട്ടുള്ളതോ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ളതോ ഇതൊന്നും വേണ്ട. ട്രൈബൽ എഡ്യൂക്കേഷനിൽ, പ്രൈമറി എഡ്യൂക്കേഷനിൽ സെൻട്രൽ ഗവൺമെന്റിന് പല സ്കീംസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഒരു PG വിദ്യാർത്ഥിനിയായ കാരണം കൊണ്ട് പറയാണ്, ഈ ആദിവാസി കുട്ടികൾക്കുള്ള ഏകാധ്യാപക വിദ്യാലയങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമുകളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇതിനെ പറ്റിയൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ വിഷയം വെറും ജാതിയും മതവും ശബരിമലയെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ ഒരു യുവ സമൂഹം അത് ഏറ്റെടുക്കുന്നില്ല. പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കിൽ സമൂഹത്തിന്റെ അടിത്തറയിൽ അതിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് പവർ ശ്രീത്തെ ഇപ്പം പ്രളയ സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ യുവജനതയുടെ ശക്തി നമ്മൾ കണ്ടത്. പ്രളയ സമയത്ത് അവർ വളരെ അപ്പൊളിറ്റിക്കലാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അവർക്ക് കൃത്യമായ ഒരു ദിശാബോധം ഉണ്ടെന്ന് അവർ തെളിയിച്ചു കൊടുക്കുന്ന ചില മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു ഈ പ്രളയ സമയത്ത്. ഇപ്പോൾ പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വീണ്ടും ഇങ്ങനെയുള്ള ജാതി സമവാക്യങ്ങളിലേക്ക് വന്നോ? ഇപ്പൊ വിശ്വാസം, ആചാരം ഇതിലേക്ക് മാത്രം വന്നോ? നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോകുന്നില്ല? പലരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് അത്. കേരളത്തിൽ മാത്രമല്ല ശ്രീ ബ്രിട്ടാസ്, ഇത് കേരളത്തിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ മാത്രം നടന്നിരിക്കുന്ന ഒരു കാര്യവുമല്ല. ഇതിനു മുൻപ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് മുതൽ തന്നെ ജാതി, മതം തുടങ്ങിയ കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്ത് അത് ഇൻക്ലൂസീവ് ആക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കോട്ടയം പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ BJP നേരത്തെ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നോബിൾ മാത്യു എന്നാണ് പേര്. സാധാരണഗതിയിൽ ഒരു സ്ഥലത്തും അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ മാത്രം നിർത്തുന്ന ഒരു സ്ഥലത്ത് NDAയുടെ ഒരു സ്ഥാനാർത്ഥിയായി നിർത്തിയിരുന്നത് ഒരു ക്രിസ്ത്യനെയാണ്. കാരണം അവിടുത്തെ ജാതി മത സമവാക്യങ്ങൾ തന്നെയാണ്. ഇത് കേരളത്തിലുള്ള ഇപ്പോൾ നിൽക്കുന്ന ആളിന് വേറൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടെന്നെങ്കിൽ പറയാം. നേരത്തെ പറഞ്ഞിരുന്ന ആളിനെ പറ്റി ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നതിന്റെ ഒരു കാരണം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല. ഇവിടെ തിരുവനന്തപുരത്ത് നാടാർ വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർക്ക് സാധിക്കും? അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളെ മൊത്തത്തിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതിന് ആർക്ക് സാധിക്കും? ഈ രീതിയിലുള്ള പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ്. ജാതി മത രാഷ്ട്രീയ സമവാക്യങ്ങൾ എല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ പ്രബുദ്ധരാണ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വികസനങ്ങളുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഇതിൽ അവസാനത്തിലേക്ക് എത്തുമ്പോൾ മുരുകൻ, അതായത് ഭൗതികമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അഭ്യാസത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോകാതെ വൈകാരികമായ പ്രതലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ പോകുന്നു എന്ന് പല ആൾക്കാരും ആശങ്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. അതായത് കേരളം കുറച്ചും കൂടി പക്വതയുള്ള നാടാണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ പോലും അതൊക്കെ തൊലിപ്പുറത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പലപ്പോഴും നമുക്ക് വിളിച്ചു തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ വൈകാരികത എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? ഇപ്പം ആര്യെ പോലുള്ള ഒരു വിദ്യാർത്ഥിനി പറഞ്ഞത്, അതായത് കാതലായിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും സബ്മേർജ് ചെയ്യപ്പെടുന്നു. എന്താ മുരുകൻ? അല്ല, ആര്യ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. എന്നുവെച്ചാൽ ഈ നമ്മൾ കാണാതെ പോകുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് ജാതി മത ഫാക്ടേഴ്സ് ആയിരിക്കും, പക്ഷെ അത് കാണാതെ പോകുന്നത്. ഇപ്പൊ ഇത്തവണ യുവാക്കളുടെ കാര്യം പറഞ്ഞു. യുവാക്കളുടെ വിഷയം വേറെയാണ്. യുവാക്കളുടെ വിഷയമൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. യുവാക്കളുടെ വിഷയമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ അപ്പൊളിറ്റിക്കൽ അല്ല എന്നുള്ളത് ബ്രിട്ടാസ് തന്നെ പറഞ്ഞല്ലോ. അപ്പൊളിറ്റിക്കൽ അല്ല, പൊളിറ്റിക്കലാണ്. പക്ഷെ അവർക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയമല്ല. അതേസമയം നമ്മൾ ചർച്ച ചെയ്യുന്നത് അവരെ കാണാതെ ഇപ്പൊ എല്ലാ മണ്ഡലങ്ങളിലും യൂത്തിന്റെ വോട്ട്, പുതിയ വോട്ട്, നവാഗത വോട്ടിലുണ്ട്. അത് നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അവരുടെ ഒരു സർവേ ആരെങ്കിലും നടത്തുന്നുണ്ട്? ഫസ്റ്റ് ടൈം വോട്ടേഴ്സിന്റെ എണ്ണം ഇക്കുറി വളരെ വലുതാണ്. ഡിസിസീവ് ആണ്. അവരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അവരാണ് തീരുമാനിക്കുന്നത്. അപ്പം വാസ്തവത്തിൽ ജാതി മതമൊക്കെ ഒരു ചെറിയ അളവ് വരെ ഉണ്ട്. പിന്നെ വൈകാരിക വശം എപ്പോഴും തെരഞ്ഞെടുപ്പിലെ ആളുകൾ ഇളക്കാൻ ഉപയോഗിക്കുന്നതാണ് വൈകാരിക വശം എന്ന് പറയുന്നത്, അല്ലെ? വൈകാരികമായി ഇളക്കുക, അതിന് വിശ്വാസം കൊണ്ടുവരിക, മറ്റു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവരിക, ഇതൊക്കെയാണ് വേറെ ഒരു വൈകാരിക കാര്യം. ഇത് പറയുമ്പോൾ അതിന്റെ ഒരു പ്രസക്തി നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. ഞാൻ 1987-88 മുതൽ ഡൽഹിയിൽ നിന്നുള്ള ആളാണ്. അതായത് BJPയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ നിദാനമായിരുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഏക വിഷയം, അത് രാജേഷിനോട് യോജിക്കാതിരിക്കാം, രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം മാത്രമാണ്. വേറൊരു പ്രശ്നമില്ല, ഒറ്റ പ്രശ്നമാണ്. അല്ല, ആ ഒരു പ്രശ്നം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വ്യക്തിപരമായ അഭിവൃദ്ധിയോ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? അല്ല, അത് പരാജയപ്പെട്ടു പോയല്ലോ. കാരണം അവിടെ ഇപ്പോഴും രാമജന്മഭൂമി പരാജയപ്പെട്ട് കിടക്കുകയല്ലേ. അപ്പോഴാണ്
കേരളത്തെ സംബന്ധിച്ചും അല്ല അമ്പലം പണിയിലൊന്നും രാജേഷിന്റെ കാര്യമല്ല. ആ കാലഘട്ടത്തിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ സാർ മനസ്സിലാക്കേണ്ട ഒരു സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരു കാര്യം എന്ന് വെച്ചാല്, ഇപ്പം കോൺഗ്രസ് ഇന്ത്യയിലെ ദേശീയ പാർട്ടി ആയതും നെഹ്റു പ്രധാനമന്ത്രി അതിന്റെ പിന്നിൽ ഒരു വൈകാരിക തലം കൂടിയുണ്ട്. അതിന്റെ കൂടെ കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നത് സത്യം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം വൈകാരികത മാത്രമല്ലോ, അല്ല വൈകാരിക അല്ല, ഞാൻ പറയും ഒരു മെറ്റീരിയൽ കണ്ടീഷൻ ഉണ്ട്. അതുപോലെ ഒരു മെറ്റീരിയൽ കണ്ടീഷൻ BJPയുടെ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. ഇവര് വൈകാരികമായിട്ടാണ് വോട്ട് പിടിച്ചത്. പക്ഷേ കോൺഗ്രസ് പിന്നീട് ഇന്ത്യയിൽ വന്ന കോൺഗ്രസ് ഗവൺമെന്റുകൾ, നമ്മൾ കേരളത്തിൽ നിന്ന് പോയി യു പിയിലൊക്കെ ഗ്രാമങ്ങളിൽ പോയി നോക്കിയാൽ സാധാരണ ബുദ്ധിമുട്ടറിയാം. ഇപ്പോഴാണ് അവര് ടോയ്ലറ്റ് പോലും ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പൊ ആ രീതിയിൽ ബ്രിട്ടീഷുകാരുമായി കോൺഗ്രസ് വന്നിട്ടും വലിയ രീതിയിൽ കേരളത്തിൽ സംഭവിച്ചപ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് 40-50 വർഷം അവിടെ വന്നിട്ടില്ല. ഒരു ശാന്ത സമരത്തിന്റെ ഓർമ്മകൾ ഇല്ലാത്ത ഒരു ജനറേഷൻ വന്നു. അവർ കോൺഗ്രസ് നിന്ന് മാറി. ആദ്യം അവർ ജാതീയമായ ചിന്തിച്ചത്. പിന്നെ ഈ യോഗിയുടെ സമയത്താണ് യു പിയിലൊക്കെ ഈ മതപരമായുള്ള ചിന്ത അപ്പം കൂടി വരുന്നത്. ജാതീയമായി മണ്ഡൽ ബഷീർ പ്രശ്നം സാറിന്. അപ്പോ ആ ഒരു മെറ്റീരിയൽ കണ്ടീഷൻ കൂടി നമ്മൾ മണ്ഡലിനെ കമണ്ടൽ വെച്ച് രാജേഷ് തോൽപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഈ മെറ്റീരിയൽ കണ്ടീഷൻ അതുകൂടി നമ്മൾ അപ്ലൈ ജസ്റ്റ് നമ്മൾ ഇമോഷണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയുമ്പോൾ രാജേഷ് അവിടെ നിന്ന് സുഖമായി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക സൈലന്റ്ലി. നിങ്ങൾ അത് പറഞ്ഞോ, ഇതും കൂടി ഇവിടെ ഉണ്ട്, ഇതെങ്ങനെ അഡ്രസ് ചെയ്യണോ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ സ്വച്ഛ് ഭാരത് കൊണ്ടുവരാൻ അറിയാം എന്ന് രാജേഷ് മനസ്സ് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ പോകുന്നതാണ് ഇവിടെ സെക്യുലറിസ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം. മുരുകനെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? ആ ചേട്ടനൊന്നല്ല, ഞാൻ മുരുകന്റെ മുഖത്ത് നോക്കി മുരുകന്റെ പോയിന്റിനെ കണ്ടിട്ട് അങ്ങനെയല്ല. മുരുകനെ പറയാണ് ഞാൻ മുരുകനെ ഉദ്ദേശിച്ചല്ല. അല്ലല്ല, ഒരു പെർസ്പെക്റ്റീവ് ആണ്. അല്ല ആ കാഴ്ചപ്പാട് ഇപ്പം അതായിരിക്കാം. അല്ല, ഈ മതേതരത്വം കേരളത്തിലും വലിയൊരു ഭീഷണി നേരിടുന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. അത് വളരെ ശരിയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, മതേതരത്വത്തിന് അങ്ങനെ കൊല്ലാനൊന്നും പറ്റത്തില്ല. വൈകാരിക വശങ്ങൾ എന്തൊക്കെ എടുത്ത് ഉന്നയിച്ചാലും ഇപ്പം മോദി വന്നിട്ട് കണ്ടല്ലേ, തമിഴ്നാട്ടിൽ പോയിട്ട് വരെ ശബരിമലയെ കുറിച്ചാണ് പറയുന്നത്. കാരണം എന്താണ്, അവിടെ കുറെ വോട്ടുണ്ട്, അവിടെ നിന്നാണ് ആളുകൾ ശബരിമലയിലേക്ക് വരുന്നത് എന്നൊക്കെ. അപ്പൊ ഈ രാമ ജന്മഭൂമി പരാജയപ്പെട്ടിടത്ത് ഇവിടെ ഇനി വേറെ വിഷയമൊന്നുമില്ല, അപ്പൊ ശബരിമല മാത്രമേ ഉള്ളൂ. അതിന് പകരം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒരൊറ്റ കാര്യം ദേശീയ തലത്തിൽ അവർ ചെയ്ത എന്തെങ്കിലും കാര്യം പറഞ്ഞായിട്ടില്ല, എന്തെങ്കിലും ഭരണത്തിന്റെ ഗവൺമെന്റിന്റെ നേട്ടം എന്തെങ്കിലും പറഞ്ഞായിട്ട് നമ്മൾ കേട്ടില്ല. ജോസഫ് ആന്റണി, അതായത് താങ്കൾ ഇപ്പൊ 5 പോയിന്റ് വെച്ചു, 5 പോയിന്റുകൾക്ക് ഉപപോയിന്റുകൾ വെച്ചു. രാജേഷിന് 50 പോയിന്റുകൾ അദ്ദേഹത്തിന് ആവനാഴിയിലുണ്ട്. അതിൽ ചില തന്ത്രങ്ങളുള്ളതുകൊണ്ടാണ് പുറത്തെടുക്കായിരുന്നത്. തന്ത്രം കാരണം വെച്ചാല് ഇനി പോളിംഗ് ദിവസം മാത്രം നമ്മൾ കാണണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ച് നീങ്ങാമായിരുന്നു. അല്ല, അതറിയാവുന്നതുകൊണ്ടാണല്ലോ മൂപ്പർ പറയാത്തത്. ഒരു കാര്യം വേണേ ഞാൻ പറഞ്ഞുതരാം. ഇവരെ ഒരു പ്രമുഖ എന്ന് വെച്ചാൽ ഇവരല്ല, ഇവരായിട്ട് വളരെ ക്ലോസ് ആയിരിക്കുന്ന ഒരാളെന്നോട് പറഞ്ഞതാ, സംഘമിത്രനോട്. എന്താ സംഭവിച്ചത് ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ കുമ്മനെ കഴിഞ്ഞ രാജാട്ട് ഇത്രയും ക്ലോസ് ഫൈറ്റ് നടത്തി തോറ്റതല്ലേ? അപ്പൊ അവര് എന്നോട് പറഞ്ഞത് ഒരു ബൂത്തിൽ 8 കണക്ക് ഞാൻ പറഞ്ഞു, ഇത്ര വോട്ടാണ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കുറവുണ്ടായത്. അത് മറികടക്കാനുള്ള പ്രവർത്തനം ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള പല ഡീലിങ്സും പുറത്തുനിന്ന് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഡീലിങ്സ് അതെന്ന് വെച്ചാല് ഡീലിങ്സ് പറയുമ്പോ അതോന്ന് വിചാരിക്കണ്ട, രാഷ്ട്രീയത്തിലുള്ള ടേമാണ്. അപ്പോ ഒന്ന് ഓൾറെഡി കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം മറികടക്കുന്ന ഒരു പ്രവർത്തനം നടത്തി കാണുക. ഡീലിങ്സ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു NRI വോട്ടുകൾ ഉൾപ്പെടെയുള്ള NRIക്കാരുടെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ദേശീയ രാഷ്ട്രീയ പറയരുതെന്ന് പറഞ്ഞ് രാജേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഡിസ്കഷനിൽ പറയുന്നത്. ഞങ്ങൾ തമ്മിലല്ല സംസാരിച്ചിട്ടില്ല. ഇത് ആരോ ഫക്രുദ്ദീനോട് എവിടെ വെച്ച് എന്തോ പറഞ്ഞ് ഫക്രുദ്ദീൻ പറയരുത്, ആയിക്കോട്ടെ. അല്ല, ഫക്രുദ്ദീൻ പറഞ്ഞാൽ ഞാൻ അവിശ്വസിക്കുന്നില്ല. ഫക്രുദ്ദീനായിട്ടുള്ള ഒരു പേഴ്സണൽ ടോക്കാണ്, അത് പറഞ്ഞിട്ട് അദ്ദേഹം എന്തായാലും അത് പറയുന്നതിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതെ. അല്ല, ഫക്രുദ്ദീൻ അവിടെ പറയുന്നതിലും പ്രശ്നമില്ല, അതൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ. ജോസഫ് ആന്റണി, ഇതിനിടയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം വോട്ടേഴ്സ്, യുവാക്കള്, ഇവരൊന്നും കാസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി വോട്ട് ചെയ്യുന്നവരല്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞു വന്നപ്പോൾ ശ്രീ O രാജഗോപാലിന് ഇത്ര വോട്ട് കിട്ടി, അത് വെച്ചിട്ട് ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, 1-2 ലക്ഷം വോട്ടുകൾ അധികമായിട്ടൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് പ്രവഹിക്കുമ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള കണക്കുകൂട്ടൽ മുഴുവൻ പാളം തെറ്റില്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നില്ല? അല്ല, ഇത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ ദേശീയ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അടുത്ത 5 വർഷത്തേക്ക് ആര് ഇന്ത്യ എങ്ങനെ ഭരിക്കണം എന്നുള്ള വിഷയമാണ് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ആ വിഷയങ്ങളെല്ലാം ഒരു മലയുടെ പുറകിലാക്കി നിർത്തിയിട്ട് മല മാത്രം കാണിച്ച് നിർത്തുകയാണ്. ഇതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പരാജയം, രാഷ്ട്രീയമായ പരാജയം. കാരണം ഒരു ഭയങ്കരമായ
പിന്നെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നു. കഴിഞ്ഞ 5 വർഷം ഇവിടെ ഇരുന്നു. ഈ 5 വർഷത്തെ ഭരണത്തിൽ നിന്നും ജനങ്ങൾക്ക് ഞങ്ങൾ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പ്രധാനമന്ത്രിക്ക് പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രകടനമാണ് നടത്തുന്നത്. കേരളത്തിലൊട്ടാകെ നമ്മൾ കാണുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ നേതാവിന് പറഞ്ഞു, ശബരിമല നമുക്ക് കിട്ടിയിരിക്കുന്ന സുവർണാവസരമാണ്. അതായത് നമുക്ക് മറ്റൊന്നും ഉന്നയിക്കാനില്ല, ഈ സുവർണാവസരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കയറണം എന്നാണ്. എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയുടെ പ്രശ്നം, അതായത് 45 വർഷത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല എങ്ങനെയാണ് രാജേഷിന്റെ ഫോർച്യൂൺസിനെ ബാധിക്കാൻ പോകുന്നത്, സ്വാധീനിക്കാൻ പോകുന്നത്? അങ്ങയുടെ ചോദ്യത്തിന് ആദ്യം ഉത്തരം തരാം. ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ലോകം മുഴുവനുള്ള അയ്യപ്പ വിശ്വാസികൾ, ഈശ്വര വിശ്വാസികൾ ആ വിഷയത്തിൽ കേരള ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയിൽ വ്രണിത ഹൃദയരാണ്. സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അവർക്ക് കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരായിട്ട് അവർ അവരുടെ നിലപാട് സ്വീകരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ സുപ്രീം കോടതി രാജ്യത്തെ പരമോന്നത, അതായത് പാർലമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇത് മൂന്നുമാണ് ഇന്ത്യ ഒരു ഭരണകൂടത്തെ നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം കോടതി ഒരു സുപ്രധാനമായ വിഷയത്തിൽ വിധി പ്രഖ്യാപിച്ചപ്പോൾ അത് നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു ഗവൺമെന്റിന് എതിരായിട്ടാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നിലപാടെടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതിനിടയിലാണ് അദ്ദേഹം കയറി ഒച്ചയൊക്കെ കൂട്ടിയിട്ട് തടസ്സപ്പെടുത്തി. ഞാനത് മാന്യമായിട്ട് രാജേഷ് ഓളിയും കൂട്ടിക്കോളൂ. അല്ല, ഞാൻ ഓളിയൊന്നും കൂട്ടുന്നില്ല. അതല്ല ഈ ചർച്ചയുടെ സ്വഭാവം. പിന്നെ അങ്ങനെയുള്ള ചർച്ച വേറെ ഉണ്ടല്ലോ. ഇത് പ്രത്യേകിച്ചും വേറെ തലത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്തുള്ള ചർച്ച. അതിൻ്റെ ഒരു ഡെക്കോറം കീപ്പ് ചെയ്യണം. ഇനി ഞാൻ അങ്ങ് പറഞ്ഞ ഞാൻ മിതമായ ഉച്ചത്തിൽ തന്നെ ഞാനൊരു മറുപടി വിടട്ടെ. സുപ്രീം കോടതിയുടെ വിധിയിലെ ഏത് വരിയിലാണ് തമിഴ്നാട്ടിൽ പോയി കേരള പോലീസ് സ്ത്രീകളെ കുളിപ്പിച്ചൊരുക്കി ശബരിമല കൊണ്ടുവന്ന് പറഞ്ഞിട്ടുള്ളത്? പറയണം. അങ്ങ് ആ ലൈനൊന്ന് കാണിച്ചേ. അതെന്റെ വാക്ക്, ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് കാത്തിരുന്നു സാർ. മനീതി സംഘം തയ്യാറാകുന്നതുവരെ കേരളത്തിലെ ഒരു CIയും ഒരു SIയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് ടീം അവിടെ പോയി കാത്തിരുന്ന് അവരെ തയ്യാറാക്കി തന്നെയാണ് കൊണ്ട്. ഞാൻ എന്റെ രാഷ്ട്രീയ ഭാഷയിലെ വാക്ക് ഉപയോഗിച്ചുള്ളൂ. ഒരു കേരളത്തിലെ ഒരു പ്രമുഖ മലയാളം ചാനൽ അവരെ പിന്തുടർന്നു. സുപ്രീം കോടതി വിധിയിൽ ഏത് ലൈനിലാണ്? അല്ലല്ല, അത് പറയുമ്പോൾ അതിന്റെ മറുപടി വേണം. ഇനി ഞാൻ ഒരു കാര്യം പറയാമല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം പ്രധാനമായിട്ടും ജനമനസ്സുകൾ ചർച്ച ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നിയമസഭയിൽ 15%, ശബരിമല കൂടി ചേരുമ്പോൾ ഈ 16 ആകുമോ 17 ആകുമോ എന്താ കാരണം? ഒരു പക്ഷെ ഞാൻ ഇവിടെയുള്ള ഇരിക്കുന്നവരോടും കൊണ്ട് എനിക്ക് ചോദിക്കാൻ കംപ്ലീറ്റ് ആവും. എനിക്ക് ഒരു പോയിന്റ് പറയാം. ഞാൻ തീർച്ചയായിട്ടും വരും. എവിടെ ഫക്രുദ്ദീൻ പോകുന്നു? അവിടെ ഇരിക്കുന്നേ അല്ല, അത് എനിക്ക് തോന്നുന്നു ഇൻസൾട്ട് ആവുകയും. അതായത് ഞാൻ ആതിഥേയനായിട്ടുള്ള ഒരു സെക്കൻഡ് ഇരിക്കുന്ന അവിടെ ഇരിക്കേ. ആരെവിടെ? ആര് തോന്നി ദിവസം പറഞ്ഞു ഇവിടെ? രാജേഷോ? രാജേഷ് എന്ത് പറഞ്ഞു? രാജേഷ് അല്ല, കോൺഗ്രസ് നേതാവ്. അദ്ദേഹം വന്ന് ഇരുന്നിട്ടല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു. എപ്പോ? പലപ്പോഴും എനിക്ക് ഇതിന്റെ പുറത്തെ ലൈഫുണ്ട്, കുടുംബജീവിതമുണ്ട്, ഞാൻ അധ്യാപകനാണ്. എനിക്ക് നീ എന്ത് സംഭവിച്ചെന്ന് പറ. ഇവിടെ ചർച്ച നടന്ന ലക്ഷ്മിനാരായണ വിഷയത്തിൽ ചർച്ച നടന്ന സാധനം ഓർമ്മയുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ഇതുവരെ സിഗരറ്റ് വലിക്കുന്നതാണ്. ഇവനും ആളുകളും കൂടി ഞാൻ കള്ളുകൂടി ചർച്ച പങ്കെടുത്ത് എഴുതിണ്ടാക്കി. കള്ളു കുടിക്കുന്നൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഒരു പ്രകോപനവും ഇല്ലാതെ താങ്കൾ എഴുന്നേറ്റ് മുമ്പത്തെ പ്രശ്നമാണ്, ഇപ്പോഴത്തെ അല്ല. ഇത് ഉണ്ടാകാൻ പോകുന്ന കാര്യം. എന്റെ പൊന്ന് ഫക്രുദ്ദീൻ ഡൽഹിയിലൊക്കെ പോയിട്ടില്ല. അവിടെ പഞ്ചാബിൽ എന്താ ചെയ്യാ? രാത് ഗയാ ബാത്ത് ഗയാ, അങ്ങനെയല്ലേ പറയല്? അങ്ങനെയല്ലേ പറയുന്നത്? രാത് ഗയാ ബാത്ത് ഗയാ. ശുദ്ധിയും വിശുദ്ധിയും ആദർശമൊക്കെ ഉള്ള ആളാണ്. ഓക്കെ, ശരി. എന്റെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ എനിക്ക് പുറത്ത് അവിടെ ഇരിക്കേ. ഓക്കെ. നേരത്തെ സുഹൃത്ത് പറഞ്ഞു സൗജന്യ സിലിണ്ടർ കൊടുത്തവരുടെ എണ്ണം കൈപൊക്കി എന്നൊക്കെ പറഞ്ഞു. അന്ന് അവർ പറഞ്ഞെന്താ? ഗ്യാസ് സിലിണ്ടറിന്റെ വില എത്രയാണ്? ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ 300 രൂപയാക്കെന്ന് പറഞ്ഞു. ഇന്ന് എത്രയാണ് എന്റെ വില? പെട്രോളിന് 50 രൂപയാക്കെന്ന് പറഞ്ഞു. രാജേഷ് സംസാരിച്ചു. രാജേഷ്, അതായത് ഇപ്പൊ പ്രധാനപ്പെട്ട പ്രതിപക്ഷ ക്യാമ്പയിനിൽ ഒന്ന് പെട്രോൾ ഡീസലിന്റെ വില 40 റുപ്യാക്കുമെന്ന് പറഞ്ഞു. 15 ലക്ഷം റുപ്യ അങ്ങ് മാറുക. അത് ഷഫീർ പറയാൻ പോകുന്ന പോയിന്റാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. അതായത് ഇങ്ങനെയുള്ള വളരെ ലളിതമായിട്ട് ആൾക്കാർക്ക് ഗ്രഹിക്കാനും ഗ്രസിക്കാനും കഴിയുന്ന ചില വാക്കുകളാണ് ഒരുപക്ഷെ പറഞ്ഞു വരുന്നത്. അതൊന്നും പാലിച്ചിട്ടില്ല. അതെ, ഞാൻ മറുപടി വന്നോട്ടെ. അത് തന്നെ ദേശീയ തലത്തിൽ ഇന്ന് സ്ഥിര നിയമനം ഇല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
മന്ത്രിസഭ വന്നപ്പോഴാണ് പെൻഷനിൽ പിന്നെ കോൺട്രിബ്യൂഷൻ ആക്കി. രാജേഷ് സംസാരിക്കാൻ സമയം കൊടുക്കും. അല്ല, അങ്ങ് പറഞ്ഞതിന്റെ പശ്ചാത്തലം എനിക്ക് മനസ്സിലായി. ഒരു ഇടതുപക്ഷ പ്രവർത്തനമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഐഡന്റിറ്റി വെളിപ്പെടുത്തി അതെ അത് സ്വാഭാവികമായിട്ടും അങ്ങയുടെ പശ്ചാത്തലത്തുകൊണ്ട് അങ്ങനെ ഡീപ്പായിട്ട് സ്റ്റഡി നടത്തിയിട്ടായിരിക്കും പറയുന്നത്. ഇനി അതിൽ എന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ പറയാം. ബ്രിട്ടാസ് 2018 ഡിസംബർ 14 833 നമ്പറായിട്ട് ചോദിച്ചൊരു ചോദ്യത്തിന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. 30/11/2018 വരെ ചെറുപ്പക്കാർക്ക് തൊഴിലിനു വേണ്ടി ഗവൺമെന്റ് 14,75,34,906 പേർക്ക് മുദ്രാ ലോൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, ഒരു സർക്കാരിനും ലോകത്ത് ഒരു സർക്കാരിനും നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും സർക്കാർ ജോലി കൊടുക്കാൻ സാധിക്കില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടി കൊടുക്കാനും സാധിക്കില്ല. ഗവൺമെന്റിന് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് തൊഴിൽ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഒരു ഗ്യാരണ്ടിയും കൊടുക്കാതെ, കൊളാട്രൽ കൊടുക്കാതെ 14 കോടി ഞാൻ പറഞ്ഞ നമ്പർ ആൾക്കാർക്ക് പട്ടിക പുറത്ത് വിട്ടാ ഇത് പാർലമെന്റിൽ ചോദിച്ച 833 ചോദ്യം ഡേറ്റ് ഉൾപ്പെടെ ഞാൻ ചോദ്യത്തിന് നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യത്തിന്റെ നമ്പർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു. 4 MP ചേർന്ന് ചോദിച്ച ചോദ്യത്തിന് ധനകാര്യ സഹമന്ത്രി അന്ന് പറഞ്ഞ ഉത്തരമാണ് ഇത്രയും മുദ്ര ലോൺ കൊടുത്തിട്ടുണ്ട്. ഒരു സംരംഭത്തിൽ ഒരാളിന് തൊഴിൽ കിട്ടിയാൽ 14 കോടി പേർക്കായി. അത് 2 പേർക്കാണ് എന്നുണ്ടെങ്കിൽ 28 കോടി പേർക്കായി. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ളവരാണ്. 1,75,00,000 മുദ്ര ലോൺ അവിടെ എടുത്തിട്ടുണ്ട്. നെട്ടയം ഭാഗത്തുള്ള വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ ദിവസം സ്വരാജും ഞാനും തമ്മിൽ ഒരു ചെറിയ ഡിസ്പ്യൂട്ട് ഉണ്ടായി. ഞാൻ അന്വേഷിച്ചപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ നെട്ടയം ടൗൺ ജംഗ്ഷനിലുള്ള 2 ഇടതുപക്ഷ പ്രവർത്തകർ ഉൾപ്പെടെ, അവരുടെ പേരടി കിട്ടിയിട്ടില്ല, അവരുൾപ്പെടെ ഈ ലോൺ എടുത്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന നിരവധി ആൾക്കാർ എടുത്തിട്ടുണ്ട്. ഇതാണ് തൊഴിലില്ലായ്മയ്ക്ക് ഗവൺമെന്റ് കണ്ട ഷഫീർ. അതായത് പിന്നെ ഒരു തരത്തിലും ഫക്രുദ്ദീന്റെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് താങ്കളുടെ രോഷവും പ്രതിഷേധവും മാറ്റിവെക്കരുത്. എന്താ കാരണം വെച്ചാൽ രോഷാകുലനായ ഷഫീറിനെയാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആൾക്കാർ കാണുന്നത്. നിങ്ങൾ തമ്മിൽ വ്യക്തിപരമായ രോഷത്തെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് രോഷം. ഓക്കെ ഷഫീർ, എങ്ങനെ കാണുന്നതിന്? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വന്ന് കയറുമ്പോൾ തന്നെ ബഹുമാനായ ശ്രീ വി രാജേഷ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ 2 കോടി തൊഴിലിന്റെ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം ഞങ്ങൾ 1.25 കോടി മുദ്രാ ലോൺ കൊടുത്തു എന്നുള്ളതാണ്. 14 കോടി മുദ്രാ ലോൺ. ഞങ്ങളുടെ ചോദ്യം വളരെ നിങ്ങളുടെ ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിലും പുറത്തും പറഞ്ഞത് ഞാൻ 13 കോടി മുദ്രാ ലോണിലൂടെ തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്നല്ലല്ലോ ബ്രിട്ടാസ് ജി പറഞ്ഞതെന്താ? 2 കോടി തൊഴിൽ എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കവേ അത് ലോൺ കൊടുത്താൽ 2 കോടി തൊഴിലിന് സമമാവുമോ? ഞങ്ങൾ ഇന്ത്യയിൽ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വി രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, നിങ്ങളുടെ നിതിൻ ഗഡ്കരി ഉൾപ്പെടെ, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ള ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ പറച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് ജുംലയാണ്. പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പാലിക്കേണ്ടതല്ല, അതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന ജുംലകളല്ലേ എന്ന് പറയുന്ന തരത്തിലേക്കില്ലേ ആ ചോദ്യത്തിന് ഇദ്ദേഹം ഉത്തരം തന്നത്? ഞങ്ങളുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. 5 കൊല്ലത്തിനിടയിൽ നിങ്ങൾ എത്ര കോടി പേർക്ക് തൊഴിൽ കൊടുത്തു? മുദ്രാ ലോൺ കൊടുത്തത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾ പൊളിറ്റിക്കൽ എയ്ഡ് കൊടുത്തത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾ സഹകരണ സംഘങ്ങൾക്ക് വായ്പ കൊടുത്തത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഗ്യാസിന് പൈസ കൊടുത്തത് അവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ ചോദ്യം, തൊഴിലില്ലായ്മ രൂക്ഷമായി രാജ്യത്ത്, ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ 2 കോടി തൊഴിൽ എന്ന് പറഞ്ഞു. 10 കോടി തൊഴിൽ കൊടുക്കേണ്ടിടത്ത് 2 കോടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം 5 × 2 10 കോടി തൊഴിൽ കൊടുക്കേണ്ടിടത്ത് നിങ്ങൾ 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുത്തോ? നിങ്ങൾ 13 കോടി മുദ്രാ ലോൺ കൊടുത്തത് ഞങ്ങൾ ചോദിച്ചില്ല. ഇനി രണ്ടാമത്തെ സംരംഭം, ഈ രാജ്യത്ത് പെട്രോളിയത്തിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്കറിയോ, ഈ രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലൂടെ കാളവണ്ടിയുടെ മുകളിൽ കയറി പറഞ്ഞ മുദ്രാവാക്യം ബ്രിട്ടാസ് ജി മറന്നു പോകരുത്. ഒരു ബാരലിന് $138 വാങ്ങിയ ഞാൻ പറയാം 60 രൂപയ്ക്ക് കൊടുത്തപ്പോ ഈ നാട്ടിൽ കാളവണ്ടി യുദ്ധം നടത്തിയ ശോഭാ സുരേന്ദ്രൻ രാജ്യങ്ങൾ മത്സരിക്കുക. ശ്രീ രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ കാളവണ്ടിയുടെ പുറകിൽ കൂടി നടന്നു പോകുന്ന ചിത്രം ഇന്നും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ ചോദ്യം, 35 രൂപയ്ക്ക് കൊടുക്കാവുന്ന സ്ഥിതി ഉണ്ടായിട്ടും ഈ രാജ്യത്തെ 2 ലക്ഷം കോടി, ശ്രദ്ധിക്കണം, 2 ലക്ഷം കോടി രൂപ ഊറ്റിപ്പിടിഞ്ഞ് കൊള്ളയടിച്ചത് നിങ്ങൾ ആർക്കു വേണ്ടി?